ഹലോ ഗായ്സ്, നമുക്കിന്ന് ബട്ടർഫ്ലൈ ഉണ്ടാക്കിയാൽ. കമോൺ. ഫസ്റ്റ് തന്നെ A4 ഷീറ്റ് വേണം. എൻ്റെ അടുത്ത് A5 ഉള്ളൂ. അതിന് ശേഷം കളർ പെൻസിൽസ് വേണം. സ്കെച്ച് കുഴപ്പമില്ല, ക്രയോൺസ് ആയാലും കുഴപ്പമില്ല. അതിൻ്റെ ശേഷം നമുക്ക് ഈ A4 പേപ്പർ ഉണ്ടല്ലോ, അങ്ങനെ മടക്കണം. പിന്നെ A4 ഷീറ്റ് വലുതാണെങ്കിൽ നിങ്ങൾ പകുതി പിച്ചിട്ടാൽ മതി. നമുക്ക് പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ആക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്കൊരു പെൻസിൽ വേണേ. നമുക്ക് പെൻസിൽ എടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ബട്ടർഫ്ലൈനെ വരയ്ക്കണം. കാണിച്ചു തരേ, നല്ല ഭംഗിയിൽ വരയ്ക്കണേ. അപ്പോൾ നമുക്ക് വരക്കാം. നമുക്ക് വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ ബട്ടർഫ്ലൈയുടെ അതേപോലെ ഒന്നും ചെയ്യുന്നില്ല, കുറച്ചൊക്കെ അതേപോലെ സിമ്പിളാണ് കേട്ടോ ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് വരച്ചാൽ മതി. അതിൻ്റെ ശേഷം നമുക്ക് സീസർ, എന്നിട്ട് നമ്മൾ വരച്ചത് വെട്ടണം. നമുക്ക് വെട്ടാം. ഗൈസ്, വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, നോക്കി വെട്ടണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോയി. വെട്ടണം. അങ്ങനെ നമുക്ക് സ്പീഡിൽ വെട്ടണ്ട കേട്ടോ, തെറ്റി പോകാണ്ടാണ്. നമുക്ക് മെല്ലെ നോക്കിയിട്ട് വെട്ടണം കേട്ടോ ഗൈസ്. തലെത്തുമ്പോൾ നമ്മൾ സാധാ പോലെ വെട്ടിയാൽ മതി. സാധാ നമ്മളെങ്ങനെ വെട്ടണത്. നമ്മൾ ഈ പേജ് നമുക്ക് ആവശ്യമില്ലാട്ടോ ഗൈസ്. ഈ പേജ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യമില്ല. സംഭവം ഇരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തിന് വരയ്ക്കണം. ഇനി ഈ തലയുടെ ഭാഗം ഉണ്ടല്ലോ, കുറച്ച് വലിയ തല വരക്കണം കേട്ടോ. എൻ്റെ ചെറിയ തല പിന്നെ നമുക്ക് വയ്ക്കാം. നമുക്ക് വലിയ തല വരച്ചെടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ ഉണ്ടല്ലോ, ഇവിടെയും വരച്ചെടുക്കണം. പിന്നെ ഗൈസ്, ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ശരീരം വരച്ചെടുക്കണം. ഇതേപോലെ തന്നെ ഇവിടെയും വരച്ചെടുക്കണം കേട്ടോ. നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി എടുത്താലോ? അത് നമ്മളൊരു ഫ്ലവർ വരച്ചിട്ട് ഒരു നല്ലൊരു ഭംഗി ഒരു ഫ്ലവറാണ് കേട്ടോ ഞാൻ വെച്ചിട്ട്. നമുക്കൊരു പറയുന്നൊരു കുട്ടി വെച്ചിക്കണേ. എന്നിട്ട് നമുക്ക് എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാം. ഞാൻ സാധാ ബട്ടർഫ്ലൈയുടെ പോലെ ഇട്ടോ ഡിസൈൻ ചെയ്യണം. കുറച്ചൊക്കെ തെറ്റി വേണ്ട, നല്ല കുഴപ്പമില്ല. പിന്നെ ഈ തലയുടെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ കുറച്ച് കുഴപ്പമില്ല, അതും നമുക്ക് കിട്ടാം. പിന്നെ ഗൈസ്, വട്ടം വെട്ടുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വെട്ടം ചിലപ്പോൾ പാളിപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ
നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കണം. ബട്ടൊക്കെ എന്നിട്ട് നമുക്ക് കളർ ചെയ്യാം ഗായ്സ്. പിന്നെ ഗായ്സ് നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു തുമ്പുണ്ടല്ലോ, ആ തുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടാൻ ഞാൻ പറ്റണില്ല. കളർ അടിക്കാം. ഞാൻ റെഡ് കളറും പിന്നെ റെഡ് സ്കെച്ചും യെല്ലോ പെൻസിൽ കളറും പിന്നെ നമ്മുടെ റോസ് കളർ പെൻസിൽ കളറും ബ്ലാക്ക് കളറുമാണ് എടുക്കുന്നത് ഗായ്സ്. പോയി ബ്ലാക്ക് കളർ പെൻസിലാണ് തുടങ്ങാം. കളർ കൊടുക്കായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾ കൊടുത്ത് കേട്ടോ. ഞാനിത് ഇങ്ങനെയാണ്. നമുക്ക് കളർഫുൾ കൊടുക്കണം. കളർഫുൾ കളേഴ്സ് ഫസ്റ്റ് ഞാൻ സ്കെച്ചാണ് എടുക്കണം. ഇപ്പോൾ ഗൈസ് അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഉണ്ണിക്കത്രി നമുക്ക് കൊടുക്കാം. ഇത് വെച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, പക്ഷെ എനിക്ക് വേണ്ടില്ല കേട്ടോ ഗൈസ്. നമുക്ക് വേഗം കളർ എടുക്കാം. നമുക്കിനി കൊടുക്കാം. ഞാൻ പെൻസിൽ കളർ യെല്ലോ, പിന്നെ പെൻസിൽ കളർ റോസ്, രണ്ടും ഞാൻ മിക്സ് ആക്കിയിട്ടാണ് കൊടുക്കണം. ഇപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ. അതേപോലെ തന്നെ അപ്പുറത്ത് ഫിൽ ചെയ്യുക. ഫൈനൽ റിസൾട്ട് കാണും നിങ്ങൾ എന്തായാലും നെറ്റ് ഗൈസ്. നമുക്ക് താഴ്ത്തും അതേപോലെ തന്നെ കൊടുക്കാം. ഗൈസ് സെക്കൻഡ് ലെയർ കൊടുക്കുമ്പോൾ ഞാൻ ബ്ലാക്കും പിങ്കും എടുക്കുന്നില്ല. റെഡ് ഞാൻ കൊടുത്തതിനുകൊണ്ട് ഞാൻ എൻ്റെ ബോക്സിൽ കൊടുക്കുന്നു. നമുക്ക് യെല്ലോ മാത്രമേ കൊടുക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ റിസൾട്ട് കാണാം. അങ്ങനെ കളർ കൊടുത്തതിന് ശേഷം നമുക്ക് മടക്കി കൊടുക്കണം. അതേപോലെ നമ്മൾ പ്ലെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കൂലേ, അതേ സ്റ്റൈലിൽ മടക്കണം. ഇതേ ഇങ്ങനെ. എന്നിട്ട് നമ്മളൊന്ന് സെറ്റാക്കി.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.